ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആച്ചുകുട്ടൻ. അപ്പോൾ നമ്മൾ ചലഞ്ചിൻ്റെ രണ്ടാമത്തെ ദിവസമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ദിവസം പറയാൻ പോകുന്നത് നമ്മളിന്നലെ ചായ ഉണ്ടാക്കുന്നതാണ് വേണ്ടത്. അപ്പോൾ നമുക്കിന്ന് ചോറ് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ചോറ് കലത്തിലും ഉണ്ടാക്കാം, കുക്കറിലും ഉണ്ടാക്കാം. ഇപ്പോൾ രണ്ട് രീതിയിലാണ് നമ്മൾ ചോറ് ഉണ്ടാക്കുക. കലത്തിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ കലത്തിൻ്റെ അകത്തേക്ക് എത്ര ഗ്ലാസ് അരി വേണോ ഇപ്പോൾ നമ്മൾ 1 ഗ്ലാസ് അരി എടുക്കുന്നതെങ്കിൽ അതിന് 2 ഗ്ലാസ് വെള്ളം വേണം. ആ സെയിം ഗ്ലാസ്സിന് തന്നെ എടുക്കണം 2 ഗ്ലാസ് വെള്ളം. 2 ഗ്ലാസ് അരിയാണ് വേണ്ടെങ്കിൽ 4 ഗ്ലാസ് വെള്ളം വേണം. അങ്ങനെയാണ് നമ്മളിതിൻ്റെ റേഷ്യോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ കുക്കറിലാണെങ്കിലും അങ്ങനെ തന്നെ. പക്ഷേ കലത്തിലാകുമ്പോൾ ഇത്തിരി വ്യത്യാസം ഉണ്ടാകും. നമ്മൾ വെള്ളം കുറച്ച് കൂടുതലെടുക്കും, എന്നിട്ടാണ് നമ്മൾ അരി ഇടുന്നത്. കുക്കർ നമുക്ക് ഇടയ്ക്കിടത്ത് ഒഴിക്കാൻ പറ്റില്ലല്ലോ, നമ്മൾ അടച്ചു വെച്ചേക്കില്ല. അപ്പോൾ നമ്മൾ കൃത്യ അളവുണ്ട് കുക്കറിൽ. പക്ഷേ കലത്തിലാകുമ്പോൾ ആ അളവുണ്ടാവില്ല. നമ്മൾ ആദ്യം അരി എടുക്കുക, കഴുകുക, അരി നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകുക 3 തവണ. അത് കഴിഞ്ഞിട്ട് അരി മാറ്റി വെക്കുക, കലത്തിൽ വെള്ളം എടുക്കുക, ഗ്യാസ് കത്തിക്കുക, കലം വയ്ക്കുക, വെള്ളം തിളയ്ക്കുമ്പോൾ അരി ഇടുക. അരി വെന്തോന്നറിയണമെങ്കിൽ നമ്മൾ കുറേ നേരം കഴിയുമ്പോൾ ചോറ് ആവും. എന്നിട്ട് നമ്മൾ ഞെക്കി നോക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഇത് ഞെങ്ങി പോകുന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് ചോറ് വെന്തോ ഇല്ലയെന്ന് അറിയണത്. കുക്കറിലാകുമ്പം ഒരു 8 വിസിലൊക്കെ. ആദ്യത്തെ വിസിൽ കഴിയുമ്പോൾ നമ്മൾ ഗ്യാസ് സിമ്മാക്കണം കുക്കറിൽ വയ്ക്കുമ്പം. അത് കഴിഞ്ഞിട്ട് ബാക്കി വിസിൽ കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്തിട്ട് നോക്കാവുന്നതാണ്. വെന്തില്ലെങ്കിൽ നമ്മൾ കുറച്ച് നേരം കൂടെ വെച്ചാൽ മതി കുക്കറിൽ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അച്ചുക്കുട്ടൻ സൈനിങ് ഓഫ്.